Hi, hello. I'm Nisha Sasikumar, Vice Principal, AMC Group of Education Institution. Today I'm before you with a PPT regarding swap. This PPT is mentioned for MCOM students, second year MCOM students for their subject financial derivative market. So in this PPT we'll be dealing about swaps and the different types of swaps. So students, put a paper, pen and calculator before you and carefully hear to the each slide and make sufficient pauses and hear the entire PPT by taking time and give your suggestions in the email ID given in the here. Okay, we'll start the subject and the topic is swap. 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 It's a financial derivative product. Okay, now we'll talk about what is swap. Actually, this is the definition of swap. So I will just read it out now and I will explain it in detail. A swap is a derivative contract through which two parties exchange the cash flows or liabilities from two different financial instruments. ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. നിങ്ങൾ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നതിൽ ഫ്യൂച്ചർ, ഫോർവേഡ്, ഓപ്ഷൻസ്, ദെൻ സ്വാപ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. അതിൽ ഈ സ്വാപ്പ് എന്ന് പറയുന്നതിന് അതുകൊണ്ടാണ് ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ ഇറ്റ്സ് എ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്. ഒരു കോൺട്രാക്റ്റാണ്, രണ്ട് പാർട്ടീസ് ഉണ്ടാവും ത്രൂ വിച്ച് ടു പാർട്ടീസ് എക്സ്ചേഞ്ച് ദി ക്യാഷ് ഫ്ലോസ് ഓർ ലയബിലിറ്റീസ് ഫ്രം ടു ഡിഫറെൻറ്റ്. ഇവിടെ ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോവും മറ്റൊരു പാർട്ടിക്ക് ക്യാഷ് ഇൻഫ്ലോവും സംഭവിക്കുന്നുണ്ട് ഫ്രം ടു ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് എവിടെ നിന്നാണ് ഈ ക്യാഷ് ഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നാണ് വരുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സ്വാപ്പ് എന്ന് പേരിട്ട് വിളിക്കുന്നത് എന്നുള്ളതാണ്. മോസ്റ്റ് സ്വാപ്പ് ഇൻവോൾവ് cash flows based on a notional principal amount. ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിൽ നമ്മൾ 1 lakh ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമുക്ക് 10% ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ 1 lakhനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറയുന്നത്. ആ 10%നെ നമ്മൾ ഇൻട്രസ്റ്റ് എന്നും പറയും. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിക്വിഡ് ക്യാഷ് 1 lakh ബാങ്കിലേക്ക് കൊടുത്തിട്ടാണ് നമുക്ക് എല്ലാ വർഷവും 10% ഇൻട്രസ്റ്റ് കിട്ടുന്നത്. പക്ഷെ സ്വാപ്പ് എന്ന് പറയുന്ന കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഡയറക്റ്റ്ലി കൊടുക്കുക വാങ്ങുക ചെയ്യുന്നില്ല. ഒരു ആർട്ടിഫിഷ്യൽ എമൗണ്ട് ആണ്. ഒരു കോൺട്രാക്റ്റിൽ ഒരു എമൗണ്ട് പറയാണ്. ആ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റിലാണ് എന്ത് നടക്കുന്നത്, ഹെഡ്ജിങ് നടക്കുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ വെച്ച് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും എന്താണ്. ഇപ്പോൾ വെറും പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ള വേർഡ് സ്വാപ്പിൻ്റെ ഡെഫിനിഷനിൽ ഉപയോഗിക്കരുത്. മോസ്റ്റ് ഓഫ് ദി സ്വാപ്പ്, മിക്ക സ്വാപ്പ് കോൺട്രാക്ട്സിലും പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഡസ് നോട്ട് ചേഞ്ച് ഹാൻഡ്സ്. ഈച്ച് ക്യാഷ് ഫ്ലോ കംപ്രൈസസ് വൺ ലെഗ് ഓഫ് ദി സ്വാപ്പ്. അതായത് ഒരു ക്യാഷ് ഫ്ലോ സംഭവിക്കുമ്പോൾ ഒരു ലെഗിൽ ക്യാഷ് ഇൻഫ്ലോവും മറ്റേ ലെഗിൽ ക്യാഷ് ഔട്ട്ഫ്ലോവും ഉണ്ടാവുന്നു. വൺ ക്യാഷ് ഫ്ലോ ഈസ് ജനറലി ഫിക്സഡ്. അത് ഒരു ലെഗിൽ ഇത് ഫിക്സഡും മറ്റേ ലെഗിൽ അത് ഫ്ലോട്ടിംഗ് കറൻസി റേറ്റുമായിരിക്കും. സോ വൺസ് അഗെയിൻ എ സ്വാപ്പ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ത്രൂ വിച്ച് two parties exchange the cash flow or liabilities from two different financial instruments. അവിടെ നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഉണ്ട്. അതിൽ ഒരു ഏരിയയിൽ ഒരു എഡ്ജിൽ
ഒരു എഡ്ജിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, മറ്റേ എഡ്ജിൽ ഫ്ലോട്ടിംഗ് കറൻസി ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് ഉണ്ടാവുന്നത്. സോ ഇത് കുറച്ചും കൂടി ഡെഫിനിഷൻ ക്ലാരിറ്റി കിട്ടും നമ്മൾ ഒരു എക്സാമ്പിളിലേക്ക് കടക്കുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ ഈ ഡെഫിനിഷൻ ഈ PPT കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിനെ ക്രോസ് വെരിഫൈ ചെയ്യും, നമുക്ക് സ്വാപ്പിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, നൗ വിൽ മൂവ് ടു ദി സെക്കൻഡ് സ്ലൈഡ്. Now, coming to the features of swap. There are different types of swap. The most common kind of swap is interest rate swap. Different types of currency swap and other types of swaps. Very common interest rate swap. This features the OTC is out of the counter transaction. That is, it is not traded in exchanges. OTC out of the counter ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് വാങ്ങിക്കുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വഴിയൊന്നുമല്ല എന്നുള്ളതാണ്. ആൻഡ് മാത്രമല്ല ഇതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എൻഗേജ്ഡ് അല്ല. അതായത് ഒരു എക്സ് പേഴ്സൺ വൈ പേഴ്സൺ മോസ്റ്റ്ലി ഇതിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ബിഗ് ബിസിനസ് കമ്പനീസ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സ്വാപ്പ് ട്രേഡിൽ ഉള്ള പാർട്ടീസ് എന്ന് പറയുന്നത്. അതിലെ മേജർ പ്ലേയേഴ്സ് അത് ഹെഡ്ജേഴ്സ് ഉണ്ട്, ആർബിട്രേജേഴ്സ് ഉണ്ട്, ഇവരൊക്കെയാണ് അതിലത്തെ മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. സോ വൺ തിങ്, ഒരു ഫീച്ചർ എന്ന് പറയുന്നത് OTC ആണ്, ഔട്ട് ഓഫ് ദി കൗണ്ടർ ആണ്. അതേപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇല്ല ഇതിൽ. അതേപോലെ തന്നെ ഇതിൽ ദ പാർട്ടീസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ബിസിനസ്സസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം നാച്ചുറലി ആണ് OTC ആണ്, അതായത് ഔട്ട് ഓഫ് ദി കൗണ്ടർ ആണ് എന്നുണ്ടെങ്കിൽ നാച്ചുറലി ദർ ഈസ് എ ഡിഫോൾട്ട് റിസ്ക്. നിങ്ങൾ ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ പഠിക്കുന്ന ഒരു വലിയൊരു ഏരിയ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് അസോസിയേറ്റഡ് ഇൻ ദി മാർക്കറ്റ്സ്, എക്സ്ചേഞ്ച് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഡിഫോൾട്ടേഴ്സ് റിസ്ക് എന്നൊക്കെ പറയുന്ന ഈ ഓവർ ദി കൗണ്ടർ എന്ന് പറയുന്ന ഇത് വരുന്ന സമയത്ത് നാച്ചുറലി ഓവർ ദി കൗണ്ടർ വരുമ്പോൾ നാച്ചുറലി ഡിഫോൾട്ടേഴ്സ് റിസ്ക് ഉണ്ടാവും. ഇതിൽ ആരെങ്കിലും ചിലപ്പോൾ ഡിഫോൾട്ട് വരുത്തും, ഇതിലത്തെ ഒരു പാർട്ടി വരുത്തി കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കും, അത് നാച്ചുറലാണ്. അതുകൊണ്ട് മറ്റേ പോലെയല്ല, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ ഡീൽ ചെയ്യപ്പെടുന്ന ഇക്വിറ്റി പോലെയോ ഡിബഞ്ചേഴ്സ് പോലെയോ അത്ര സേഫ് ഒന്നുമില്ല, കാരണം അതിൽ സെബി കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. സോ ഓൾ ദി ഓവർ ദി കൗണ്ടർ കോൺട്രാക്ട്സിൽ ഇടപെടുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനും ഡിഫോൾട്ടേഴ്സ് റിസ്ക് ധാരാളം ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം. ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ലോസ് ഉണ്ടാവാം. എനിക്കറിയില്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്നുള്ളത്, പക്ഷേ ലേറ്റസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ഒരു സെൻട്രൽ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. സെൻട്രൽ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്ന അത് ഓവർ ദി കൗണ്ടർ ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട്, ഒരു ഫിക്സഡ് ഒരു ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിഫോൾട്ടേഴ്സിന് റിസ്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ലോസ് ഉണ്ടാവും, പക്ഷെ ദ ലോസ് ക്യാൻ ബി മിനിമൈസ്ഡ് എന്നുള്ളതാണ്. സോ ആ ഏജൻസിയെ പറയാം, വേറെ കുറേ ഉണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. സോ ദർ ഈസ് എ സെൻട്രൽ കൗണ്ടർ പാർട്ടി ഈ ഓവർ ദി കോൺട്രാക്ട്, ഈ ഡിഫോൾട്ടേഴ്സ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. So, coming to this particular slide, we are coming to the different types of swaps. So, the most common swap is interest rate swap. ഈ കറൻസി സ്വാപ്സ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ അടുത്ത സ്ലൈഡ്സിൽ കാണാം. പക്ഷേ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ്. സോ വാട്ട് ഈസ് ദിസ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്? ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ എക്സ്ചേഞ്ച് ഉണ്ടാവുന്നു. ഒരു പാർട്ടി ക്യാഷ് ഔട്ട്ഫ്ലോയും സംഭവിക്കുന്നു, ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് വേറൊരു പാർട്ടിക്ക് ക്യാഷ് ഇൻഫ്ലോയും സംഭവിക്കുന്നു. ഒരു നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരു അസ്യൂംഡ് ഫിഗർ വെച്ചിട്ട് കോൺട്രാക്റ്റിൽ അസ്യൂംഡ് ഫിഗർ വെക്കും. ആ അസ്യൂംഡ് ഫിഗറിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഉപയോഗിച്ച് ഹെഡ്ജിങ് നടത്തുന്നു, സ്പെക്കുലേഷൻ നടത്തുന്നു. ആൻഡ് വൺ ഈസ് മേക്കിംഗ് പ്രോഫിറ്റ് ആൻഡ് അനദർ ഈസ് ഹാവിങ്
having a loss. So interest rate swap എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ടിനെ ബേസ് ചെയ്ത് അതിൻ്റെ പിന്നിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെ ഉപയോഗിച്ച് ഹെഡ്ജിങ് നടത്തി സ്പെക്യുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്. വളരെ ക്ലിയർ ആവണം ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്താണെന്നുള്ളത്. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ ഇടുന്നുണ്ട്. എക്സാമ്പിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേനയും പേപ്പറും എടുക്കുക, കാൽക്കുലേറ്റർ വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് അത് എങ്ങനെയാണ് ആ വാല്യൂസ് വന്നതെന്ന് മനസ്സിലാവുള്ളൂ. മാത്രമല്ല അത് ക്ലിയർ ആക്കി തരും ആ എക്സാമ്പിൾ സ്വാപ്പ് എന്ന് പറയുന്ന ഡെറിവേറ്റീവിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ആ ഡെഫിനിഷനിലേക്കൊക്കെ ആ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സ്വാപ്പിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബിഫോർ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്, take a paper, pen and calculator for doing the example, for looking out the example. Okay. Now, coming to the example, imagine a company, ABC company. This ABC company has issued 1 million in 5-year bond with a variable annual interest rate defined as LIBOR rate plus 1.3%. We should assume that the LIBOR rate is 2.5%, and we can see that the ABC management is very anxious about this interest rate rise. ABC company issue ചെയ്യുന്നു, ഒരു 5-year bond ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 1 million ആണ് ഇവർ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിൻ്റെ വാല്യൂ. ദിസ് 1 million ആണ് ഡെഫിനിഷനിൽ നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്ന ഈ എമൗണ്ട് ആണ് ഈ 1 million എന്ന് പറയുന്നത്. ഇവർ ഇഷ്യൂ ചെയ്യുമ്പോൾ വാങ്ങിക്കുന്ന പാർട്ടീസിനോട് പ്രോമിസ് ചെയ്യുന്നത് ദേ വിൽ ഗീവ് എ വേരിയബിൾ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. എല്ലാ വർഷവും വേരി ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവർ ഇത് കൊടുക്കുമെന്നാണ് ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് ലിബോർ റേറ്റ് എന്താണോ ലിബോർ റേറ്റിൻ്റെ കൂടെ ഒരു 1.3% കൂടിയും ചേർത്തിയിട്ടാണ് ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ എക്സാമ്പിൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ABC കമ്പനി ഇഷ്യൂ ചെയ്യുന്നു 1 million രൂപയുടെ ബോണ്ടാണ്. ബോണ്ട് മീൻസ് ഡിബെഞ്ചർ, 5-year ബോണ്ടാണ്. അവർ പ്രോമിസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ലിബോർ റേറ്റ് എന്താണോ അതിൻ്റെ കൂടെ ഒരു 1.3% കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് അവർ പ്രോമിസ് ചെയ്യുന്നത്. അവിടെ കാണിക്കുന്നുണ്ട് ദ ഫസ്റ്റ് ഇയറിലെ ലിബോർ റേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അസംഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫിഗർ 2.5% ആണ് ലിബോർ റേറ്റ്. അപ്പോൾ കൊടുക്കുമ്പോൾ ലിബോർ റേറ്റും കൊടുക്കണം പ്ലസ് ഒരു 1.3% കൊടുക്കണം. ABC കമ്പനി വളരെ ആങ്ഷ്യസ് ആണ്, കാരണം ഓരോ വർഷവും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു എന്ന് കാണുമ്പോൾ ദേ ആർ വെരി ആങ്ഷ്യസ്. അതുകൊണ്ട് ദേ ഹാവ് ഡിസൈഡഡ് ടു ഗോ ഫോർ എ സ്വാപ്പ് എഗ്രിമെൻറ്റ്. ഈ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനും ഈ റിസ്ക് ആൻറ്റിസിപ്പേറ്ററി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമെന്ന് കണക്കാക്കിക്കൊണ്ട് ദേ ആർ ഗോയിങ് ഫോർ എ സ്വാപ്പ് എഗ്രിമെൻറ്റിലേക്ക് അവർ നീങ്ങുകയാണ്. ഓക്കെ, എങ്ങനെയാണ് സ്വാപ്പ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അവിടെ XYZ എന്ന് പറയുന്ന വേറൊരു കമ്പനി ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫൈനാൻഷ്യൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട്, സ്വാപ്പ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് അവർ അവരുടെ സ്വാപ്പ് വർക്കിംഗ് കോൺട്രാക്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ XYZ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടാണ് ഒരു സ്വാപ്പ് അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നത്. സോ വാട്ട് ഈസ് ദിസ് XYZ പ്രോമിസ്? അവരുടെ എന്താണ് ഈ കോൺട്രാക്റ്റിൽ അവർ പറയുന്നത് എന്താണ്? ദ മാനേജ്മെൻറ്റ് ടീംസ് ഫൈൻഡ്സ് അനദർ കമ്പനി, XYZ എന്ന് പറയുന്ന കമ്പനിയെ കാണുന്നു, ആൻഡ് ദേ ആർ വില്ലിംഗ് ടു പേ. അവർ ABCയോട് പ്രോമിസ് ചെയ്യാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എവ്രി ഇയർ ആനുവൽ റേറ്റും will pay ABC an annual rate of LIBOR plus 1.3% on notional principal. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ആനുവൽ റേറ്റിൽ ലിബോർ റേറ്റ് എന്താണോ അതിൻ്റെ കൂടെ ഒരു 1.3% നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് 1 million മുകളിൽ 1 million ആണ് നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട്, അതിൻ്റെ ലിബോർ റേറ്റും പ്ലസ് ഒരു 1.3% എല്ലാ 5 yearsഉം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. പകരം XYZ
പറയുന്നത് തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഫിക്സഡ് റേറ്റിൽ നോഷണൽ വാല്യൂ ആയിട്ടുള്ള 1 മില്യൻ്റെ ഫിക്സഡ് റേറ്റിൽ 5% ഇൻട്രസ്റ്റ് റേറ്റിൽ എല്ലാ വർഷവും ആർക്ക് കൊടുക്കേണ്ടി വരും, XYZന് കൊടുക്കേണ്ടി വരും. ഇൻ ഷോർട്ട്, ABC കമ്പനി, നമ്മൾ ആദ്യം പറഞ്ഞ കമ്പനി, ഹാസ് ടു പേ ഫിക്സഡ് റേറ്റ് ഓഫ് 5% ഓൺ 1 മില്യൺ ടു XYZ company. And what the XYZ company will do? The XYZ company will pay LIBOR rate plus 1.3% on the notional principal value. ഇതാണ് അഗ്രിമെൻറ്റ്. സോ ഒരാൾ പെയർ ആണ്, ഒരാൾ റിസീവർ ആണ്. ABC ലിമിറ്റഡ് വിൽ പേ 5%, എല്ലാ വർഷവും അവർ 5% വെച്ചേ കൊടുക്കുള്ളൂ. തിരിച്ച് XYZ കമ്പനി ആണെങ്കിൽ ലിബോർ റേറ്റ് എന്താണോ ആ ലിബോർ റേറ്റിൻ്റെ കൂടെ ഒരു 1.3% കൂടിയും ആഡ് ചെയ്ത് അവർ കൊടുക്കുന്നുണ്ടാവും. സോ ദ ലിബോർ റേറ്റ് വിൽ ബി വേരിയിങ്. അപ്പോൾ ഈ ഒരു അതിനെക്കുറിച്ച് പാനിക്കായിട്ടാണ് ABC കമ്പനി ഈ ഒരു സ്വാപ്പ് അഗ്രിമെൻറ്റിലേക്ക് പോയി ജോയിൻ ചെയ്യുന്നത്. ABC ബെനിഫിറ്റ്സ് ഫ്രം ദി സ്വാപ്പ് ഇഫ്. അപ്പോൾ ABCക്ക് എപ്പോഴാണ് ബെനിഫിറ്റ് ഉണ്ടാവുക ഈ സ്വാപ്പിൽ? ABC benefits from the swap if the rate of LIBOR rises significantly. LIBOR rate ABC Limited promise ചെയ്തിട്ടുള്ളത്, അവരുടെ കസ്റ്റമേഴ്സിന് പ്രോമിസ് ചെയ്തിട്ടുള്ളത് എല്ലാ വർഷവും LIBOR റേറ്റും 1.3% കൂടുതലും തരാം എന്നാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. സോ ABC കമ്പനി സ്വാപ്പ് അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള 5% ആണ് XYZന് കൊടുക്കുള്ളൂ. XYZ തിരിച്ച് LIBOR റേറ്റും 1.3%. ABCക്ക് ഈ സ്വാപ്പ് അഗ്രിമെൻറ്റിൽ ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ലിബോർ റേറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് ABCക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. XYZ ബെനിഫിറ്റ്സ്, XYZ കമ്പനിക്കാണെങ്കിൽ എപ്പോഴാണ് ബെനിഫിറ്റ്? നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവണം. XYZ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ലിബോർ റേറ്റ് താഴേക്ക് പോകണം, മനസ്സിലായോ? അല്ലെങ്കിൽ അത് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ റൈസസ് ഓൺലി ഗ്രാജുവലി. ഈ ഒരു സിറ്റുവേഷൻ വരികയാണ്, അതായത് ലിബോർ റേറ്റ് താഴേക്ക് വീഴുക, അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വളരെ ഗ്രാജുവലായിട്ട് റൈസ് ചെയ്യുന്നുള്ളെങ്കിൽ ഈ സ്വാപ്പ് അഗ്രിമെൻ്റ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നത് XYZ കമ്പനിക്കാണ്. കുറച്ചും കൂടിയും ക്ലിയർ ആവും. നിങ്ങൾ പേപ്പറും പെന്നും എടുത്ത് അടുത്ത സ്ലൈഡിൽ വരുന്ന പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ഈ ബെനിഫിറ്റ് ശരിയാവുന്നതെന്ന് മനസ്സിലാവും. സോ ടേക്ക് യുവർ പേപ്പർ, പെൻ ആൻഡ് കാൽക്കുലേറ്റർ ആൻഡ് സീ ദി നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നൗ എക്സാമ്പിൾ 1 ഇഷ്യൂ തന്നെയാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എടുക്കുന്നു, ABC കമ്പനി എല്ലാ വർഷവും ഫിക്സഡ് റേറ്റിൽ 5% വെച്ച് ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യണം. ABC കമ്പനി XYZ കമ്പനിക്ക് പേ ചെയ്യണം. തിരിച്ച് XYZ കമ്പനി എല്ലാ വർഷവും ലിബോർ റേറ്റും പ്ലസ് 1.3% ABC കമ്പനിക്ക് കൊടുക്കുന്നതായിരിക്കും. സെനേറിയോ 1. പക്ഷെ ഇവിടെ ലിബോർ റേറ്റ് വേരിയബിൾ ആണ്, ഓരോ വർഷവും ലിബോർ റേറ്റ് മാറും. ആ വേരിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ഇഫ് ദ ലിബോർ റേറ്റ് റേസസ്, നമ്മളൊരു അസംഷൻ എടുത്താണ്, ലിബോർ റേറ്റ് റൈസസ് ബൈ 0.75% എവറി ഇയർ. ഞാൻ എല്ലാ വർഷവും 0.75% വെച്ചിട്ട് ലിബോർ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ലിബോർ റേറ്റ് ഫസ്റ്റ് ഇയറിൽ നേരത്തെ പറഞ്ഞ പോലെ 2.5 ആണ്. നമ്മൾ ആദ്യം തന്നെ എക്സാമ്പിളിൽ പറഞ്ഞു, ഫസ്റ്റ് ഇയറിൽ 2.5% ആയിരിക്കും. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഒരു 0.75 കയറും. പിന്നത്തെ ഇയർ ആകുമ്പോൾ ആ പറഞ്ഞ റേറ്റിൻ്റെ കൂടെ വീണ്ടും ഒരു 0.75. സോ വിൽ ഗോ ടു ദി ടേബിൾ, ഇറ്റ് വിൽ ബി ക്ലിയർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ഫസ്റ്റ് ഇയർ? ഇയർ 1 ലിബോർ റേറ്റ് എന്ന് പറയുന്നത് 2.5% ആണ്. 2.5 എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അസ്യൂം എ ലിബോർ റേറ്റ് ഓഫ് 2.5% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇയർ 1 ലിബോർ റേറ്റും ഒരു 1.3% അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സോ 2.5ൻ്റെ കൂടെ 1.3 ആഡ് ചെയ്തു. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കോളൂ, ഈ പ്രോബ്ലം ചെയ്ത് നോക്കിക്കോളൂ. പിന്നീട് പോസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 2.5ൻ്റെ കൂടെ 1.3 ആഡ് ചെയ്യുമ്പോൾ 3.8% ആണ് ഫസ്റ്റ് ഇയറിലെ സിറ്റുവേഷൻ. അപ്പോൾ ലിബോർ റേറ്റും ഈ 1.3%ആണ് XYZ കമ്പനി ABC കമ്പനിക്ക് പേ ചെയ്യുക.
സോ 1 മില്യൻ്റെ 3.8% എന്ന് പറഞ്ഞാൽ 38,000 ആണ്. ഇനി തിരിച്ച് എ ബി സി എന്താ ചെയ്യേണ്ടത്? ഫിക്സഡ് റേറ്റിൽ 5% ഫിക്സഡ് റേറ്റിലാണ് XYZ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ 1 മില്യൻ്റെ 5% എന്ന് പറയുന്നത് 50,000 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, രണ്ട് കോളം, തേർഡ് കോളം ആൻഡ് ഫോർത്ത് കോളം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. XYZ ABC-ക്ക് 38,000 കൊടുക്കും, പക്ഷേ ABC XYZ-ന് എത്ര കൊടുക്കേണ്ടി വരും? 50,000 കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഇത് എ ബി സിക്ക് ഫസ്റ്റ് ഇയറിൽ നഷ്ടമുണ്ടാക്കി. 12,000 രൂപ നഷ്ടമാണ് എ ബി സി കമ്പനിക്ക് സംഭവിക്കുന്നത്. XYZ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നു, 12,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് XYZ എത്രേ പേ ചെയ്യുന്നുള്ളൂ? 38,000 പേ ചെയ്യുന്നുള്ളൂ. XYZ 38,000 പേ ചെയ്യുന്നുള്ളൂ. എ ബി സി കമ്പനി ആണെങ്കിൽ തിരിച്ചെത്ര കൊടുക്കേണ്ടി വരുന്നു? 50,000 കൊടുക്കേണ്ടി വരുന്നു. സോ എ ബി സി കമ്പനിക്ക് ലോസ് ആണ്. ഞാൻ കോളത്തിൽ എ ബി സി ഗെയിൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഫിഗറിൽ മൈനസ് ഇട്ടുണ്ട്. ഗെയിൻ എഴുതിയിട്ട് മൈനസ് ഉണ്ടെങ്കിൽ ലോസ്. എ ബി സിക്ക് ലോസ് സംഭവിക്കുന്നു 12,000 റുപ്പീസ്. നാച്ചുറലി മറ്റേ കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും 12,000. സെക്കൻഡ് ഇയറിൽ എന്താ സംഭവിക്കുന്നത്? ഹൗ വി ഗോട്ട് ദിസ് 4.55% എന്നുള്ളതാണ് ആദ്യം. So how you got this 4.55%? LIBOR rate is 2.5% plus 1.3 കയറിയിട്ട് ഫസ്റ്റ് ഇയറിൽ റേറ്റ് നിൽക്കുന്നത് 3.80 ആണ് നിൽക്കുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഷവും 0.75% ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട് ലിബോർ റേറ്റിൽ. സോ 2.5ൻ്റെ കൂടെ 0.75% ഇൻക്രീസ് ചെയ്തു സെക്കൻഡ് ഇയർ ആയപ്പോൾ. സോ സെക്കൻഡ് ഇയറിൽ 4.55 എങ്ങനെ വന്നു ചോദിച്ചാൽ 3.80 ഫസ്റ്റ് ഇയറിൻ്റെ കൂടെ ഒരു 0.75% കൂടി ആഡായി. സോ 3.8ൻ്റെ കൂടെ 0.75% കൂടി ആഡായപ്പോൾ 4.55% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് സെക്കൻഡ് ഇയറിൽ വന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മില്യൻ്റെ 4.55% എടുക്കുമ്പോൾ 45,500 എന്ന് കിട്ടും. അത്രയാണ് XYZ എ ബി സിക്ക് കൊടുക്കേണ്ടത്. തിരിച്ച് എ ബി സി എന്ത് കൊടുക്കണം? ഫിക്സഡ് റേറ്റിൽ കൊടുത്താൽ മതി, 50,000 തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? XYZ പേ ചെയ്യുന്നത് 45,500-ഉം എ ബി സി പേ ചെയ്യുന്നത് 50,000-ഉമാണ്. സോ എഗെയിൻ ആർക്ക് ലോസ് വന്നു? എ ബി സിക്ക് ലോസ് വന്നു. 4,000 സെക്കൻഡ് ഇയറിൽ 4,500 റുപ്പീസിൻ്റെ ലോസ് എ ബി സിക്ക് സംഭവിക്കുന്നു. XYZ-ന് ഗെയിനും സംഭവിക്കുന്നു. എഗെയിൻ തേർഡ് ഇയറിലേക്ക് കടക്കുന്നു. സെക്കൻഡ് ഇയറിൽ 4.55% ആയിരുന്നു എന്നുണ്ടെങ്കിൽ തേർഡ് ഇയർ ആയപ്പോൾ വീണ്ടും 0.75% ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. സോ 5.30%ലേക്കായി. XYZ എത്ര കൊടുക്കണം? 1 മില്യൻ്റെ 5.30% കൊടുക്കണം, 53,000 കൊടുക്കണം. പക്ഷേ എ ബി സി എത്ര കൊടുത്താൽ മതി? 50,000 കൊടുത്താൽ മതി. നൗ എ ബി സി ഗെയിൻഡ്. XYZ-ന് 53,000 കൊടുക്കേണ്ടി വരുന്നു. അതേസമയം എ ബി സിക്ക് XYZ-ന് എത്ര പേ ചെയ്താൽ മതി? 50,000 പേ ചെയ്താൽ മതി. സോ എ ബി സി ഈസ് ഗെയിനിങ് 3,000. ഈ ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ ബി സി കമ്പനി സ്വാപ്പ് എഗ്രിമെൻറ്റിലേക്ക് മുന്നോട്ട് പോയത്. സോ എ ബി സി ഈസ് ഗെയിനിങ് ബൈ 3,000 ആൻഡ് XYZ ഇസ് ലോസിങ് 3,000. ഫോർത്ത് ഇയർ 5.30 ആയിരുന്നു തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അതിൻ്റെ കൂടെ 0.75 ആഡായി 6.05 ആയി. ഓക്കെ, 60,500 കൊടുക്കേണ്ടി വന്നു XYZ-ന്. എ ബി സിക്ക് 50,000 കൊടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് എ ബി സിക്ക് എഗെയിൻ ഗെയിൻ ആണ് ഫോർത്ത് ഇയറിൽ 10,500. ഫിഫ്ത്ത് ഇയർ എഗെയിൻ 6.05%-ൻ്റെ കൂടെ 0.75% ആഡ് ചെയ്തു. 68,000 കൊടുക്കേണ്ടി വരുന്നു XYZ-ന്. എ ബി സിക്ക് തിരിച്ച് XYZ-ന് 50,000 കൊടുത്താൽ മതിയാവുന്നു. അപ്പോൾ ആർക്കാ ഗെയിൻ? എ ബി സി കമ്പനിക്ക് ഗെയിൻ 18,000. സോ ഇവർക്ക് ലോസും. അപ്പോൾ സത്യത്തിൽ ഈ 1 മില്യൺ എന്ന് പറയുന്ന എമൗണ്ട് ഒരു നോഷണൽ എമൗണ്ട് ആണ്.
അത് അങ്ങോട്ട് കൊടുക്കുകയോ വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ 1 മില്യണിനെ ബേസ് ചെയ്ത് ഒരു ഇൻട്രസ്റ്റ് റേറ്റും വെച്ച് തമ്മിൽ സ്പെക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് സ്വാപ്പ് എന്ന് പറയുന്ന. ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വേരിയേഷൻ ഉപയോഗിച്ച് സ്പെക്കുലേറ്റ് ചെയ്ത് ഇടുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഈ സ്വാപ്പ് ഡെറിവേറ്റീവ്. ഇവിടെ നെറ്റ് എടുത്ത് നോക്കുകയാണ്. നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. നെറ്റ് ഫിഗർ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന ഈ ലോസ് ആൻഡ് ഗെയിൻ ആൻഡ് ലോസ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ ABC കമ്പനിയെ സംബന്ധിച്ച് ഒരു 15,000 പ്രോഫിറ്റും 15,000 ലോസ്. ABC കമ്പനിക്ക് 15,000 രൂപയുടെ ലോസും XYZ കമ്പനിക്ക് 15,000 ഗെയിനും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ABC കമ്പനീസ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് സ്വാപ്പ് എഗ്രിമെൻറ്റിൽ ലോസാണ് സംഭവിച്ചത്. കാരണം ഫസ്റ്റ് ഇയറിൽ 12,000 ആണ് അവർക്ക് ഗെയിൻ കിട്ടിയുള്ളൂ. സെക്കൻഡ് ഇയറിലും ഒരു ഗെയിൻ കിട്ടി. ഫസ്റ്റ് ഇയറിൽ ഒരു പ്രോഫിറ്റ് കിട്ടി 12,000. സെക്കൻഡ് ഇയറിലും ഒരു പ്രോഫിറ്റ് കിട്ടി 4,500 പ്രോഫിറ്റ് കിട്ടുന്നു. അത് കഴിഞ്ഞപ്പോൾ നെറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ABC ഈസ് ഹാവിങ് എ gain of 15,000 and XYZ is having a loss of. സിറ്റുവേഷൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ABC ഡിഡ് വെരി വെൽ. ABCയെ സംബന്ധിച്ച് ഭയങ്കര നല്ലൊരു ലാഭം കിട്ടുന്നു. ABCക്ക് ഒരു 15,000 കുറവേ കൊടുക്കേണ്ടി വന്നുള്ളൂ. 15,000 ഗെയിൻ ABC കമ്പനിക്ക് കിട്ടുന്നു. XYZൻ്റെ ഫോക്കാസ്റ്റ് തെറ്റിപ്പോയി. XYZന് ലോസ് സംഭവിച്ചു. 15,000 ലോസ് സംഭവിച്ചു. അവരുടെ എക്സ്പെക്റ്റേഷൻസ് വളരെ തെറ്റായിപ്പോയി. കാരണം 0.75% വെച്ചിട്ടാണ് ലിബോർ റേറ്റ് ഇൻക്രീസ് ചെയ്തത്. ലിബോർ റേറ്റ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് XYZ കമ്പനിക്ക് ലോസ് സംഭവിച്ചു. ഹൈ റേറ്റിൽ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ലോസ് സംഭവിച്ചു. ABC ഇതിനു വേണ്ടി തന്നെയാണ് ഒരു സ്വാപ്പ് എഗ്രിമെൻറ്റിലേക്ക് സൈൻ ചെയ്യാൻ പോയതും. അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവരൊരു സ്വാപ്പ് എഗ്രിമെൻറ്റിൽ പോയി. ഇപ്പോൾ ആ സ്വാപ്പ് എഗ്രിമെൻ്റ് കൊണ്ട് അവർക്ക് എന്തും കിട്ടി, ലാഭവും കിട്ടി. 15,000 ലാഭം കിട്ടി. ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ലിബോർ റേറ്റിൻ്റെ ഇൻക്രീസ് 0.75 എന്നുള്ളത് മാറ്റിയിട്ട് 0.25% കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സിറ്റുവേഷനിൽ വരുന്ന ചേഞ്ച് എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും എന്താണ് സ്വാപ്പ് എഗ്രിമെൻറ്റ്സ്, ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് എന്നുള്ളത് ക്ലിയർ ആവും. നൗ കമ്മിങ് ടു കറൻസി സ്വാപ്പ്. ഇവിടെ കമോഡിറ്റി, ഇവിടെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കറൻസിയാണ്. കമോഡിറ്റിക്ക് മറ്റൊരുത്തി ഇൻട്രസ്റ്റ് ആയിരുന്നു, ഒരു നോഷണൽ എമൗണ്ട് മുകളിൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. സെക്കൻഡിൽ കമോഡിറ്റി ആയിരുന്നു. ഇവിടെ ദ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കറൻസിയാണ്. ഒരു കൺട്രിയിലെ കറൻസി മറ്റേ കൺട്രിയിലെ കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്ചേഞ്ച് ഇൻട്രസ്റ്റ്, ദ പാർട്ടീസ് എക്സ്ചേഞ്ച് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ പേയ്മെൻറ്റ്. വളരെ കൃത്യമായിട്ട് പറയാം, ഇൻട്രസ്റ്റ് സ്വാപ്പും കറൻസി സ്വാപ്പും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് വളരെ കൃത്യമാണ്, നോഷണൽ അല്ല. കൃത്യമായിട്ട് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര ഇന്ത്യൻ റുപ്പി, അങ്ങനെയാണെങ്കിൽ $100 ഒരു എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് വരുന്ന റേറ്റ്. അപ്പോൾ ഇവിടെ നോഷണൽ അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ അസ്യൂംഡ് ഓർ അസംഡ് ഫിഗർ ഒന്നുമല്ല, വളരെ കറക്റ്റായിട്ട് കറൻസി എക്സ്ചേഞ്ച് അവിടെ നടക്കും. പല കൺട്രീസും കറൻസി സ്വാപ്സ് വളരെ കോമൺ ആണ്. കാരണം ദ വാല്യൂ ഓഫ് ദി മണി പല ഇതിലും ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇൻഫ്ലേഷനും അതേപോലെ ഡിഫ്ലേഷനും ഒക്കെ സംഭവിക്കുന്ന കാലത്ത് കറൻസി വാല്യൂ വളരെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതേ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിന് ഫോറിൻ കറൻസീസിൻ്റെ ആവശ്യവുമുണ്ട്. അതൊക്കെ കോൺട്രാക്ട് സൈൻ. സോ ദർ മേ ബി എ ഹ്യൂജ് ലോസ് ഈ കറൻസി വേരിയേഷൻ, കറൻസിയുടെ വാല്യൂവിൽ വരുന്ന ലോസ്. ഇത് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി സ്വാപ്പ് എഗ്രിമെൻറ്റ്സിലേക്ക് പോകുന്നത് കാണാം. ഞാൻ അവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് സ്ലൈഡിൽ തന്നെ, നിങ്ങൾക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അഗ്രസീവ് സ്വാപ്പ് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പല കൺട്രീസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എക്സാമ്പിൾസ്. നിങ്ങളുടെ മെറ്റീരിയൽ കൂടുതലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. സോ ബേസിക്, ഞാൻ വീണ്ടും പറയുന്നു, ദ ബേസിക് തിങ് ഒന്നേ ഉള്ളൂ. നമ്മൾ ഇൻട്രസ്റ്റ് സ്വാപ്പ് പഠിച്ച അതേ ഫോർമുലയിൽ തന്നെയാണ് ഏത് വർക്ക് ചെയ്യുന്നതും, കറൻസി സ്വാപ്പും വർക്ക് ചെയ്യുന്നത്. Now, in this second example, the LIBOR rate is rising by only 0.25% per year.
വളരെ ചെറിയ റേറ്റിൽ മാത്രമേ, നേരത്തെ 0.75 എന്നുള്ള സിറ്റുവേഷനെ മാറ്റി അവിടെ 0.25%. കാരണം ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വളരെ ലോ റേറ്റിൽ ലിബോർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വരിക, അതുകൊണ്ട് റേറ്റ് ഒന്ന് മാറ്റിയതാണ്. 0.75% നിന്നും 0.25 കാൽക്കുലേഷൻസ് മാറ്റുന്നു. സെയിം കാൽക്കുലേഷനാണ് 0.75 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ 0.25 കൊണ്ടുവരികയാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇയർ 1? ഇയർ 1 സെയിം ആസ് യൂഷ്വൽ ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ ലിബോർ റേറ്റ് 2.5 ആയിരുന്നു, പ്ലസ് 1.3 3.8% ആണ്. ഒരു ചേഞ്ചും ഇല്ല. ഫസ്റ്റ് ഇയറിൽ 38,000 ആണ് XYZ കൊടുക്കേണ്ടി വരുന്നത്, ABC തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് 50,000 ആണ്. സോ 12,000 ഡിഫറൻസ് ആണ്. സോ ദി ABC കമ്പനി ഈസ് മേക്കിംഗ് എ ലോസ്. മറ്റേ കമ്പനി എന്തുണ്ടാക്കുന്നു? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. കാരണം അവർക്ക് ABC കമ്പനിക്ക് 50,000 പേ ചെയ്യേണ്ടി വന്നു. XYZന് എത്രയേ കൊടുക്കേണ്ടി വന്നുള്ളൂ? 38,000 കൊടുക്കേണ്ടി വന്നുള്ളൂ. സോ ABC കമ്പനി ഈസ് മേക്കിംഗ് എ ലോസ്. അഗെയിൻ സെക്കൻഡ് ഇയറിൽ 3.80 ആയിരുന്നു ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അത് മാറിയിട്ട് അതിൻ്റെ കൂടെ ഒരു 0.25 കൂടി ജോയിൻ ചെയ്യിപ്പിച്ചു, ആഡ് ചെയ്തു. പിന്നെ എവരി ഇയർ 0.25% ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ 4.05 ആയപ്പോൾ XYZ 40,500 ABCക്ക് കൊടുക്കണം. ABC തിരിച്ച് 50,000 കൊടുക്കേണ്ടി വരുന്നു. അഗെയിൻ ABC കമ്പനിക്ക് ലോസ് വരുന്നു എന്നുള്ളതാണ്. 50,000 കൊടുക്കേണ്ടി വന്നു. സോ ദേ ഹാവ് ടു അഗെയിൻ നെക്സ്റ്റ് വീണ്ടും തേർഡ് ഇയർ 4.05 കൂടെ 0.25 ആഡ് ചെയ്തു, 4.30% ആയി. 43,000 കൊടുക്കേണ്ടി വരുന്നു. XYZന് ABCക്ക് 43,000 കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ABCക്ക് എത്ര പേ ചെയ്യേണ്ടി വരുന്നു? 50,000 പേ ചെയ്യേണ്ടി വരുന്നു. സോ 7,000 ഗെയിൻ കിട്ടുന്നു. ആർക്ക്? 50,000 ആണ്, 43,000 ആണ് XYZ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ABC കമ്പനിക്കാണെങ്കിൽ 50,000 പേ ചെയ്യേണ്ടി വരുന്നു. എഗെയിൻ ലോസ് സംഭവിക്കുന്നു. ആർക്ക്? ABC കമ്പനി. നെക്സ്റ്റ് ദ ഫോർത്ത് ഇയർ 4.55% ആയി 45,500 കൊടുക്കേണ്ടി വരുന്നു. XYZ ABCക്ക് കൊടുക്കുന്ന 45,500 കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഇവർക്കാണെങ്കിൽ 50,000 ആണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ABC കമ്പനി കണ്ടിന്യൂസ്ലി ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേരിയബിൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ XYZ ടു ABC എപ്പോഴും കുറഞ്ഞു വരികയാണ്. അത് 38 ആയിരുന്നു, 40,500 ആണ്, 43,000 ആണ്, പിന്നത്തെ 45,500 ആണ്. അപ്പോൾ ABC കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എപ്പോഴും 50,000 ആണ്. അപ്പോൾ എപ്പോഴും എല്ലാ സിറ്റുവേഷനിലും ഫോർത്ത് ഇയറിലും അടക്കം അവർക്ക് എന്താ വരുന്നത്? അവർക്ക് ലോസ് സംഭവിക്കുന്നുണ്ട്. എഗെയിൻ നെക്സ്റ്റ് 4.80 48,000 ആണ് the variable interest rate paid by XYZ to ABC. മറ്റേതാണെങ്കിൽ 50,000 ആണ്. സോ 2,000 അവിടെ ലോസ് വരുന്നു. നെറ്റ് ലോസ് 35,000 ഉണ്ട്. ദെൻ XYZ ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് 35,000 ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ആസ് ഇൻ ദ സെക്കൻഡ്. അടുത്ത സ്ലൈഡ് നമുക്ക് അതിൻ്റെ കൺക്ലൂഷൻ എഴുതാം. ABC നഷ്ടം സംഭവിക്കുന്നു. സ്വാപ്പിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ സ്ലോയിലേ വന്നിട്ടുള്ളൂ. XYZ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, 35,000 പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു ബൈ എൻഗേജിങ് ഇൻ ദി സ്വാപ്പ്, ആൻഡ് ദെയർ ഫോർകാസ്റ്റ് വാസ് വെരി കറക്റ്റ്. സോ ഹിയർ ABC കമ്പനി ലോസ് മേക്കിംഗ് ആണ്. കാരണം അവർക്ക് എപ്പോഴും 50,000 വെച്ച് കൊടുക്കേണ്ടി വരികയാണ്. എല്ലാ വർഷവും അതിനേക്കാൾ കുറവ് എമൗണ്ട് XYZന് ABCക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. സോ ABCക്ക് ഈ സ്വാപ്പ് എഗ്രിമെൻ്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലോസ് സംഭവിക്കുന്നു. ആൻഡ് XYZ ഇസ് ഗെയിനിങ്. ഓക്കെ, പലപ്പോഴും സ്വാപ്പ് എഗ്രിമെൻറ്റിൽ രണ്ട് കമ്പനീസ് തമ്മിലാണ് ട്രാൻസാക്ഷൻ എന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് കമ്പനികൾ എപ്പോഴും ബാങ്കിനെ പ്ലേസ് ചെയ്യും. ഒരു ബാങ്ക് എപ്പോഴും ഇതിലൊരു മിക്ക സിറ്റുവേഷനിലും ബാങ്ക് ഒരു ഇൻ്റർമീഡിയറി റോൾ, സെക്കൻഡറി ഫങ്ഷൻസിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ബാങ്കുകൾ ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് വർക്കിംഗ്. കാരണം ഈ രണ്ട് ബിസിനസ് ഹൗസിനും തമ്മിൽ അവരുടെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് രണ്ട് പാർട്ടിയുടെയും ക്രെഡിബിലിറ്റിയെ കുറിച്ച് വളരെ
വളരെയധികം അറിയാവുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യും. അവരിതിനൊരു സർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷൻ, ഈ ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷനും വാങ്ങിക്കുന്നു. അപ്പം നിങ്ങൾ ടെക്സ്റ്റും പ്രോബ്ലംസും ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെ ബാങ്കിൻ്റെ ഒരു റോള് കാണാം. അതിതാണ് ഈ രണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൻ്റെ ഇടയിൽ ഒരു ബാങ്കിൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ കമ്മീഷൻ്റെ റേറ്റ് ഒന്നുമില്ല. ദേ വർ ഡൂയിങ് ഡയറക്ട്ലി. പക്ഷേ മിക്ക സ്വാപ്പ് എഗ്രിമെൻറ്റ്സിലും the two parties would act through a bank or other intermediary which would take a cut of the swap, whether it is an advantageous for entities to enter into an interest rate swap. കാരണം ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ എടുക്കുന്നത്. ഒരു ഭാഗത്ത് ഫിക്സഡും മറ്റേ ഭാഗത്ത് ഫ്ലോട്ടിങ്ങും ആയതുകൊണ്ട് നാച്ചുറലി ദർ വിൽ ബി എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അത് പ്ലേ ചെയ്യാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ബാങ്ക് ഇൻ ദി സ്വാപ്പ് എഗ്രിമെൻറ്റ്. സോ കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ OTC ഓവർ ദി കൗണ്ടർ ആയതുകൊണ്ട് തന്നെ സ്വാപ്പ് എഗ്രിമെൻറ്റ്സ് വളരെ കുറവാണ്. കൂടുതലും ഫോർവേഡ്സ് ആണ് ഇന്ത്യയിലുള്ള ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസിൽ കൂടുതൽ ഇല്ല എന്നില്ല. കാരണം OTC ആയതുകൊണ്ട് തന്നെ ഡീഫോൾട്ടേഴ്സ് റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് കുറവ് വരുന്നതും എന്നുള്ളതാണ്. നോക്കാം വാട്ട് ആർ ദി അതർ ടൈപ്പ് ഓഫ് സ്വാപ്സ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ കാണുന്ന പലതരം സ്വാപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കമോഡിറ്റി സ്വാപ്സ് ഉണ്ട്, കറൻസി സ്വാപ്പ് ഉണ്ട്, ഡെറ്റ് സ്വാപ്പ് ഉണ്ട് ആൻഡ് ടോട്ടൽ റിട്ടേൺ സ്വാപ്സ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സ് ആൻഡ് വി വിൽ ഗോ ത്രൂ ദീസ് തിങ്സ്. ഇവിടെയൊക്കെ ദ ബേസിക് പ്രിൻസിപ്പൽ സെയിം ആണ്. രണ്ട് ലെഗ്, അതിൽ ഒരു പാർട്ടിൽ വേരിയബിൾ പോർഷൻ ആയിരിക്കും, ദി അതർ പാർട്ട് വിൽ ബി ഫിക്സഡ് പോർഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിൽ തന്നെയാണ് ഇനിയുള്ള എല്ലാ സ്വാപ്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു കമോഡിറ്റി സ്വാപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് വെച്ച് അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ രണ്ട് പാർട്ടി ഹെഡ്ജ് ചെയ്ത ഒരു സിറ്റുവേഷനാണ് നമ്മളവിടെ കണ്ടത്. മോസ്റ്റ് ഓഫ് ദി പ്ലെയേഴ്സ് ഇൻ സ്വാപ്പ് അവർ ഹെഡ്ജേഴ്സ് ആവാം, ആർബിട്രേജേഴ്സ് ഒക്കെ ആവാം. അപ്പോൾ എന്തായാലും അത് ഒരു നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മുകളിലായിരുന്നു അവരുടെ ഹെഡ്ജിങ് അവർ ചെയ്തിരുന്നത്. കമോഡിറ്റി സ്വാപ്പിൽ ഈ നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ല, ഒരു കമോഡിറ്റി ആയിരിക്കും, ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ പർച്ചേസ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കമോഡിറ്റി. അപ്പോൾ ഏത് പ്രോഡക്റ്റിൻ്റെ പ്രൈസാണോ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നാഷണൽ മാർക്കറ്റിലും വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, വളരെ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ കാണിക്കുന്നത്, അങ്ങനെയുള്ള കമോഡിറ്റീസിൻ്റെ മുകളിൽ റിസ്ക് ഉണ്ട്. അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഒരു കമ്പനിക്ക് നമ്മൾ പ്രോമിസ് ചെയ്തതിനെക്കാട്ടിലും വില ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. സോ ഇത് ഹെഡ്ജ് ചെയ്യുക, ഈ പ്രൈസ് ഡിഫറൻസ് ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ കമോഡിറ്റിയാണ് അവിടെ ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അവിടെ കമോഡിറ്റിയാണ്, ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അവിടെ എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ പ്രൈസാണ് നമ്മൾ എഴുതിയത്. സോ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു വേരി ചെയ്യുന്നു എന്ന് പറയുന്നു, പക്ഷേ നമ്മൾ വേറൊരു സ്വാപ്പ് എഗ്രിമെൻറ്റിൽ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് നമ്മളൊരു ഫിക്സഡ് റേറ്റേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. മറ്റവർക്ക് അതൊരു വേരിയബിളായിട്ട് അവർ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസസ് റൈസ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്ക് ഗെയിനും, ക്രൂഡ് ഓയിൽ പ്രൈസസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡൗൺ ആകുമ്പോൾ വേറൊരു പാർട്ടിക്ക് എന്തും സംഭവിക്കും, ലോസും സംഭവിക്കും. ദ സെയിം പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റും ഇവിടെയും അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ലിബോർ റേറ്റ് എന്ന് ഉപയോഗിക്കുന്ന ഈ ലിബോർ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേരിയബിൾ റേറ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാ ലിബോർ റേറ്റ് എടുത്തതെന്ന് വെച്ചാൽ മിബോർ റേറ്റും ഒക്കെ എടുക്കാം, പക്ഷേ ഒരു വേരിയബിൾ റേറ്റിന് ഒരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ ലിബോർ റേറ്റ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വേരി ചെയ്യും, സോ മാർക്കറ്റ് പ്രൈസസ് തന്നെയാണ് എടുക്കുന്നത് അവിടെ. ടൈപ്പ് ഓഫ് സ്വാപ്പ് ഇസ് ഡെറ്റ് ഇക്വിറ്റി സ്വാപ്പ്. ഇവിടെ പ്രോഡക്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിബെഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോണ്ട്, അതല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ റീഫൈൻ ചെയ്യണ സമയത്തൊക്കെ
നമുക്കുണ്ടാവുള്ള പ്രോമിസ് ചെയ്തിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പ്രോമിസ്, ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ ഫിക്സഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കൊടുക്കാമെന്ന് പറയുന്നു. അതേസമയം മാർക്കറ്റിലാണെങ്കിൽ നമ്മുടെ ഏർണിങ്സ് പെർ ഷെയർ വേരി ചെയ്യുന്നു, സോ നമുക്കത് കൊടുക്കാൻ പറ്റാതെ വരുന്നു പ്രോമിസ് ചെയ്ത. അപ്പോൾ സോ വൺ ഏരിയ യു ഹാവ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബോണ്ടിനൊക്കെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ദി അതർ ഏരിയ നമ്മുടെ ഏർണിങ്സ് പെർ ഷെയർ വേരിയേഷൻ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ പ്രോമിസ് ചെയ്ത എമൗണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ വി വിൽ എൻ്റർ ഇൻ ടു എ സ്വാപ്പ് എഗ്രിമെൻറ്റ് വിത്ത് സം അതർ കമ്പനി. സോ അങ്ങനെ ഒരു സ്വാപ്പ് എഗ്രിമെൻറ്റിലേക്ക് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ സ്വാപ്പ് എഗ്രിമെൻറ്റിൽ പോയിട്ട് നമുക്ക് എന്തുണ്ടാക്കി കൊണ്ടുവരാം, പ്രോഫിറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നാൽ EPSനെ കുറിച്ചുള്ള കാൽക്കുലേഷനിൽ ഒരു പ്രോബ്ലം, ഒരു എറർ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാപ്പ് എഗ്രിമെൻ്റ് കൊണ്ട് നമുക്ക് ലോസ് തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഒന്നെങ്കിൽ ബോണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം. ഓക്കെ, so the next swap is total return swap. The total return from an asset is exchanged. ഒരു അസറ്റിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ is exchanged for a fixed interest rate. അതായത് ദിസ് പാർട്ടി ഗീവ്സ് ദ പാർട്ടി പേയിങ് ദ ഫിക്സഡ് റേറ്റ് ഓഫ് എക്സ്പോഷർ ടു, അതായത് സ്റ്റോക്ക് ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ. അപ്പോൾ അങ്ങനെ ആ സ്റ്റോക്കിനെ നമ്മുടെ ഏതെങ്കിലും ഒരു അസറ്റിനെ നമ്മളൊരു അണ്ടർലൈങ് അസറ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ, ആ റിട്ടേൺ വേരിയബിൾ ആണ്. ആ റിട്ടേൺ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ദർ മേ ബി റിട്ടേൺ കുറഞ്ഞു പോവാം ചില സമയത്ത്, അല്ലെങ്കിൽ കൂടി പോവാം. സോ വി ആർ എൻറ്ററിങ് ഇൻ ടു എ സ്വാപ്പ് എഗ്രിമെൻറ്റ്. നമ്മൾ വേറൊരു ഭാഗത്ത് ഒരു ഫിക്സഡ് റേറ്റ് എക്സ്പോഷർ വേറൊരു സ്ഥലത്ത് കൊടുക്കുക, അതിനെ സ്വാപ്പ് ചെയ്യുക അസറ്റിനെ. അത് കഴിഞ്ഞ് നമ്മൾ അതിന്മേൽ നേരത്തെ ട്രേഡ് ചെയ്ത പോലെ തമ്മിൽ കൊടുത്തും വാങ്ങിയും ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും സംഭവിക്കുന്നു. ചിലപ്പോൾ ലോസ് ഉണ്ടാവാം, ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. സോ ഇവിടെ ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് സം അസറ്റ്സ് ആണ്, കമ്പനിയുടെ അസറ്റ്സുകളാണ് ഇവിടെ. Credit default swap. A credit default swap consists of an agreement by one party to pay the lost principal and interest of a loan to the credit default swap buyer, and if the borrower defaults on a loan, അതായത് ബോറോ ചെയ്ത ആൾ ലോൺ ഡീഫോൾട്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ലോസ് സംഭവിക്കാൻ പോകുന്നത്, ആ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലോസിൽ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലും ചെയ്യുന്നത് ബാങ്കുകളാണ്. ബാങ്കുകളുടെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് ലോണും അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊക്കെ കൊടുക്കുന്ന ഡെപ്പോസിറ്റ്സുമാണ്. സോ ഈ കൊടുക്കുന്ന ലോണിൽ ചിലപ്പോൾ ഡീഫോൾട്ടേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ഡീഫോൾട്ട് വരാൻ സാധ്യതയുള്ള ലോണുകൾ നമ്മൾ എന്ത് ചെയ്യാം, സ്വാപ്പ് എഗ്രിമെൻറ്റിലേക്ക് പോവാം എന്നുള്ളതാണ്. അത് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ടെക്നീക്ക് ഉണ്ട് എല്ലാ ബാങ്കിൻ്റെയും. ആ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ടെക്നീക്ക് ഉപയോഗിച്ച് അവരത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഏതെങ്കിലും മറ്റൊരു കമ്പനിയായിട്ട് സൈൻ ചെയ്തിട്ട് ഒരു സ്വാപ്പ് എഗ്രിമെൻറ്റിൽ, സോ ഏതെങ്കിലും ലോണ് ഡീഫോൾട്ട് ആവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ഡീഫോൾട്ട് ലോണുകളെ സ്വാപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്, ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്. മോസ്റ്റ്ലി ദിസ് ഈസ് ഡൺ ബൈ ദി ഫൈനാൻഷ്യൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണിത് ഇത് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് സ്വാപ്പ് എൻഗേജ്ഡ് ആണ്. ദി ലാസ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് സ്വാപ്പ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സും ആണ്, സ്വാപ്പിൻ്റെ വർക്കിംഗും ആണ് നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി ഇതിനെ ഒന്ന് സമ്മറൈസ്, ഇനി നമ്മൾ ഡെഫിനിഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആവും. ഇനി നമ്മൾ ആ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി ഡെഫിനിഷൻ്റെ ബ്രേക്ക് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ആ സ്വാപ്പ് എന്നുള്ള. ഈ ഫൈനാൻഷ്യൽ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇറ്റ്സ് എ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. പല ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിലെ ഒരു ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് ഫൈനാൻഷ്യൽ സ്വാപ്പ് എന്ന് പറയുന്നത്. അതിൽ ക്യാഷ് ഫ്ലോ ഉണ്ട്, ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഉണ്ട്. ചിലപ്പോൾ അതിലൊരു വാല്യൂ ഓഫ് ഒരു അസറ്റ് ആയിരിക്കാം, ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതിൽ ഒരു ഏരിയയിൽ വേരിയബിൾ റേറ്റും മറ്റേ ഏരിയയിൽ എന്തുമായിരിക്കും, ഫിക്സഡ് റേറ്റിലും ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ ഈ റിസ്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് നാച്ചുറലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഉണ്ട്, കറൻസി സ്വാപ്പ് ഉണ്ട്, അതേപോലെ ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പുകളുണ്ട്,
അതേപോലെ തന്നെ ഇക്വിറ്റി ഡെറ്റ് സ്വാപ്പ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സ്വാപ്സ്. ഇനി ഒന്നും കൂടി നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ സ്വാപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഫസ്റ്റ് യൂണിറ്റ് സ്വാപ്പ് എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സ് എന്താ. സോ കോംപ്ലിക്കേഷൻസ് കുറേ ഒഴിവായും തോന്നുന്നു. കാരണം ദ ബേസിക് തിങ് ഒന്നേ ഉള്ളൂ. എക്സാമ്പിൾ നന്നായി വായിക്കുക. എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇൻഫ്ലോം ഔട്ട്ഫ്ലോം വന്നിട്ട് ആ വേരിയേഷൻ നിന്നും ഒരു കമ്പനിക്ക് ലോസും ഒരു കമ്പനിക്ക് പ്രോഫിറ്റും എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ ലാസ്റ്റ് സ്ലൈഡിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കമൻസ് എഴുതുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഇതിനെക്കുറിച്ചിട്ടുള്ള സജഷൻസും വാല്യുബിൾ സജഷൻസും ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.